വിഷയം കൂടി സംസാരിക്കാം. നമ്മുടെ ഒളിച്ചോട്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ഖൈസിൻ്റെ വീഡിയോ തോന്നുന്നു കണ്ടത്. അതിൽ ഒളിച്ചോട്ടം വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഭർത്താവ് ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോട്ടുന്നത് വീഡിയോ ആയിട്ട് അതിൽ കാണിക്കണം കണ്ടു. 3-ാമത്തെ ദിവസം കണ്ട് ഒളിച്ചോടിയതാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു കല്യാണം നിശ്ചയിക്കുന്നു, പെണ്ണ് കാണൽ ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഉറപ്പിക്കൽ. പിന്നെ ഉണ്ടോ സ്റ്റെപ്പുകൾ, ചെക്കൻ വീട് കാണൽ, പെണ്ണ് വീട് കാണൽ, പിന്നെ എന്താണ് സ്വർണ്ണം എടുക്കാൻ പോലെ, വസ്ത്രം എടുക്കാൻ പോലെ, അങ്ങനെ 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 കുറേ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്തണതേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഇതല്ല, എനിക്ക് ഈ ഒരു ലൈഫ് പറ്റില്ല എന്ന് ഷെയർ ചെയ്തുകൂടെ? എന്തിന് വിവാഹം വരെ നിൽക്കുന്നു? എന്തിന് വിവാഹം കഴിഞ്ഞോട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു എങ്ങനെ പോയാലും അതൊരു നെഗറ്റീവ് അല്ലേ? അങ്ങനെ എന്തിനാ അതിന് വരെ നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടോ. എനിക്ക് അവരുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, കാരണം നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് അപ്പോൾ പറയും ചിലപ്പോൾ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടുകാർ ശരി, കല്യാണത്തിന് മുന്നേ ചെക്കനെ വിളിക്കണം, ചെക്കനെ കോൺടാക്ട് ചെയ്യാൻ സിമ്പിളല്ല. ഇപ്പോഴൊക്കെ കല്യാണം ഉറപ്പിക്കുന്നത് തന്നെ ആദ്യം ചെയ്യുന്നവരെ പെണ്ണിന് ഫോൺ കൊടുക്കുക, നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ചെക്കൻ ചെയ്യണത്. കല്യാണം ഉറപ്പിക്കാനാണ് ചെക്കൻ ചെയ്യണത്. നേരെ ചെക്കനെ വിളിക്കുക, അല്ലെങ്കിൽ ചെക്കനെ ഒരു ദിവസം കാണണമെന്ന് പറയാൻ സംസാരിക്കുക, അങ്ങനെ റിലേഷൻ ഉണ്ട്, ഈ കല്യാണം നിങ്ങൾ സമ്മതിക്കരുത് പറഞ്ഞാൽ ആ ചെക്കനെ എന്തായാലും സമ്മതിക്കുമോ? അങ്ങനെയുള്ള ബോധമുള്ളതെന്ന് പറയില്ലേ? ഇപ്പം എന്നാൽ ശരി, ഓക്കെ, ഞാനതിന് നിൽക്കണില്ല, പെണ്ണിന് ഇത് കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ ശരി, ഞാനായിട്ട് ഇതിന് നിൽക്കണില്ല, അവളും പറയാം ഞാനും പറയാം, ഓക്കെ, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് ഒഴിവാക്കാം. അത് കല്യാണം വരെ കൊണ്ടുവന്നുള്ള ചിലവെല്ലാം വരച്ചുള്ള കാശും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ചില ആൾക്കാർക്ക് കല്യാണമൊക്കെ ഭയങ്കരമായിട്ട് ആർഭാടായിട്ട് കാശ് ചിലവാക്കിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാനാഭിമാനം കളയാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി എന്ന് പറയിപ്പിക്കണോ? എനിക്കത് കേട്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തത്. വേണ്ടെന്നെങ്കിൽ അന്തസ്സായിട്ട് പറയാം. കല്യാണത്തിന് മുന്നേ റിലേഷൻ ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് പറയാം. ചെക്കൻ്റെ അടുത്തും പറയാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ വീട്ടുകാർ ഇട്ടില്ലെങ്കിൽ വേണ്ട പറയുക. അപ്പോൾ ഈ ഒളിച്ചോട്ടം ആവണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒളിച്ചോട്ടം ആവണ്ടല്ലോ, അതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്യുക. ഈ പ്ലാനിങ് അപ്പം ചെയ്യാമല്ലോ. പൂവനൊക്കെ വേണ്ടതൊക്കെ ഓരോരുത്തർ തീരുമാനം. പക്ഷേ ഈ കല്യാണം കഴിയുന്നവരെ നിൽക്കണമെന്നാണ് ഞാൻ ചോദിക്കണത്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ പ്രേമിച്ച പെണ്ണിനെയും കൊണ്ടുപോകുമ്പോൾ അവളുടെ പിന്നെ കയ്യിലുള്ള വേറെ വല്ലവരും കൊടുത്ത സാധനങ്ങളും കൂടെ വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം കൂടി നമുക്ക് ഉണ്ടാവണം. അതിലെന്താ പറയണ്ടായിരുന്നു, ഫോണെന്തോ കൊടുത്തിട്ട് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. കയ്യിൽ കാശുണ്ടാവുന്ന കാലത്ത് ഞാൻ എൻ്റെ പെണ്ണ് വാങ്ങിച്ചു കൊടുക്കുക, അവൻ വാങ്ങിച്ച് ഫോൺ എനിക്ക് വേണ്ട എടുത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടോ. എനിക്ക് എൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽ ഒന്നും അറിയണില്ല. വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്തത്. ബൈ.